അടങ്ങിച്ചേക്ക. അവരിപ്പൊ ഇങ്ങ് വരുന്നേ. എന്തോ പ്രശ്നമുണ്ട്. 50 മിനിറ്റ് മുമ്പ് അമ്മാവൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതാ. അവിടുന്ന് ഇവിടെ എത്താൻ മാക്സിമം ഒരു 30-35 മിനിറ്റ് മതി. എന്തോ പ്രശ്നമുണ്ട് അമ്മേ. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും കാണില്ലെന്നേ. പ്രതാപൻ വല്ല കോഫിയോ ജ്യൂസോ മറ്റോ കുടിക്കാൻ ഏതെങ്കിലും ഹോട്ടലിലോ മറ്റോ കേറിയതാവും. ഈ അമ്മാവന് നേരെ ഇങ്ങ് വന്നാ പോരെ? എന്താന്ന് വെച്ചാ അമ്മാവന് കുടിക്കാനും കഴിക്കാനും ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? ഇവിടെ മനുഷ്യൻ മുള്ളെ ചവിട്ടി അതിക്കുന്നത്. ഈ വീഡിയോ അമ്മാവനെ കാണിച്ചിട്ട് വേണം എനിക്ക് എന്റെ കഥയുടെ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങാൻ. ഞാനേ പ്രതാപനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. നിങ്ങളെന്താ ഇവിടെ? അതുകൊള്ളാം, നല്ല ചോദ്യായി. എന്റെ വീടിന്റെ മുന്നിൽ വന്നു തന്നെ ഇത് ചോദിക്കണം. അല്ല, അത് പിന്നെ പെട്ടെന്ന് ഞാൻ നിങ്ങളെ കണ്ടപ്പോ ഞെട്ടിപ്പോയല്ലേ? ഞങ്ങളിപ്പോ ഇവിടേക്ക് വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ രമ്യ? അല്ല, രമ്യ എന്താ ഇവിടെ? അവളെ ഞാൻ വിളിച്ചിട്ട് വന്നതാ. എന്തിനാ അമ്മ ഇവളെ എവിടേക്ക് വിളിച്ചതെന്ന് എന്ന് വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം. പക്ഷേ ഞാൻ അങ്ങനെ ചോദിക്കില്ല. കാരണം നിങ്ങളിപ്പോ നല്ല ഫ്രണ്ട്ഷിപ്പിലാണെന്ന് എനിക്കറിയാം. രമ്യേ, നീ കേറി വാ. നീ വാ. രാജു, അച്ഛനിപ്പോ വരല്ലേ? നമ്മൾ എന്ത് ചെയ്യും? ദീപക് ആ വീഡിയോ അച്ഛനെ കാണിക്കാതെ നമ്മൾ എങ്ങനെ തടയും? ഇത്രയും പേടിയുള്ള ഋതിക മാഡാണോ കുറച്ചു നേരത്തിന് മുന്നേ രമ്യയോട് അങ്ങനെയൊക്കെ പറഞ്ഞ? അത് പിന്നെ നമ്മളെല്ലാം അറിഞ്ഞിട്ടാണ് വന്നതെന്ന് അവര് മനസ്സിലാക്കാൻ പാടില്ലല്ലോ. അതാ ഞാനങ്ങനെ പെരുമാറിയതുകൊണ്ട് അവർക്കൊരു പേടി തോന്നിക്കാണും. രാജു ഒന്ന് ആലോചിച്ച് നോക്ക്. രാജു ആലോചിച്ച എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല. മാഡം ഇങ്ങനെ ധൃതി വെക്കല്ലേ, കുറച്ച് സമയം താ. ദൈവമേ, അച്ഛൻ എങ്ങനെ വല്ല അറിഞ്ഞ? അച്ഛൻ എന്താ രാജു, നീ എന്താ ഈ വേഷത്തിന്? നിന്റെ ഹെൽത്ത് ഒക്കെ എങ്ങനെയുണ്ട്? വർമ്മ സാറേ, ഹെൽത്ത് ഓക്കെയാ. ഞാൻ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാ. ബൈക്കുമായിട്ടാണോ നീ മോർണിംഗ് വാക്കിന് ഇറങ്ങുന്നത്? നീ പോയി ഫ്രഷായി ഈ വേഷമൊക്കെ ഒന്ന് മാറ്. നീ ഓക്കെ ആണെങ്കിൽ നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. ശരി വർമ്മ സാറേ. നീ സ്റ്റേജ് ഉണ്ടാക്കിയല്ലേ, അത് ഉറപ്പായി ഇടിഞ്ഞ് താഴെ വിടും. നീ പോയി പുതിയ വീഡിയോ ഗെയിം വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് മുറിയിൽ പോയിരുന്ന് ഗെയിം കളിക്കാം. ഇലക്ഷൻ കഴിയുന്നതുവരെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങരുത്. എന്റെ ഒരു അപേക്ഷയാണ്. അവന്റെ ഒരു സ്റ്റേജ് എന്നാ വരട്ടെ ദീപക് സാറേ. മിണ്ടരുത്. അല്ല, നീ എന്താ ഈ വീഡിയോ വർമ്മ സാറിനെ കാണിക്കാത്തെ? അത് നീ എടുത്ത വീഡിയോ അല്ലല്ലോ, ഞാനെടുത്ത വീഡിയോ അല്ലേ. ഞാനതെനിക്ക് ഇഷ്ടമുള്ളപ്പോ അമ്മാവനെ കാണിക്കും. പിന്നെ എന്തിനാ എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയേ? നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് ഞാനാണോ? അമ്മയല്ലേ? നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിക്കാം. അംബിക മാഡം, ഈ ദീപകിന് എന്തോ കള്ളത്തരമുണ്ട്. വർമ്മ സാറിന് വീഡിയോ കാണിക്കാൻ തുടങ്ങിയപ്പോ ദീപകിന്റെ ഫോണിലേക്ക് എന്തോ ഒരു മെസ്സേജ് വന്നിരുന്നു. എന്ത് മെസ്സേജാ അത്? കാണിച്ചേ. ആടി, ഞാൻ കാണിക്കാം. അമ്മേ, ഇവളെ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കണം. ദീപകേ, എന്താ ഇത്?
നീ ചെവി നുള്ളിക്കൊടി. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ അവന്റെ കള്ളത്തരം ഈ ദീപക് പുറത്തുകൊണ്ടുവന്നിരിക്കും. അമ്മാവന്റെ മുന്നിൽ എന്നും ദീപക് പതിവ് പോലെ പൊട്ടനായി. എനിക്ക് നല്ല തൊലിക്കെട്ടിയാടി. എത്ര തവണ എന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടാലും നിന്റെ രാജുവിന്റെ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ദീപക് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവസാന വിജയം എനിക്ക് തന്നെ ആയിരിക്കും. അന്ന് നിന്റെ കളിയാക്കി ചിരിയും പരിഹാസവും ഒക്കെ എനിക്കൊന്ന് കാണണം. ദീപകെ, ഋതികപ്പോ ആ പഴയ പെൺകുട്ടിയല്ല, ഒരാളുടെ ഭാര്യ. ഋതികയോട് നിന്റെ പെരുമാറ്റം ഇങ്ങനെ തന്നെയാണെങ്കിൽ ഞങ്ങൾ പറയാതെ തന്നെ അത് രാജു അറിയും. പിന്നെ എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് നിനക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ. ഓ പിന്നെ രാജു പറഞ്ഞാൽ എന്താ, അവൻ എന്നെ മൂക്കി വലിച്ചു കയറ്റി കളയും. വെറുതെ രാജുവിന്റെ കേമത്തരം പറഞ്ഞ് എന്നെ വിരട്ടിയാലേ ഞാനങ്ങ് പേടിച്ചൊന്ന് വിചാരിച്ചാൽ അമ്മായിക്ക് തെറ്റി. ആണോ? എന്നാ എനിക്ക് തെറ്റിയതാണോന്ന് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കാലോ. മോളെ, രാജുവിനെ ഒന്ന് വിളിക്കും. അത് വേണോ ചെറിയമ്മേ? ഞാനല്ലേ പറയുന്നേ, നീ ധൈര്യമായിട്ട് വിളിക്കേ. ആഹാ, നീയാള് കൊള്ളാലോ യാമിനി. കുട്ടികള് തമാശയ്ക്ക് വഴക്കുണ്ടാക്കിയപ്പോ അത് വലിയ പ്രശ്നമാക്കാൻ ശ്രമിക്കുകയാണോ നീ? ഇങ്ങനെയാണോ ഉത്തരവാദിത്തമുള്ള വീട്ടമ്മമാര് ചെയ്യണ്ടേ? ഇതൊന്നും എനിക്ക് അത്ര വലിയ തമാശയായിട്ട് തോന്നുന്നില്ല. ദീപകിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. നീ ഇവിടെ ഉണ്ടായത് ആരോടും പറയാൻ നിക്കണ്ട. എടാ ദീപകെ, നീ റൂമിലേക്ക് പോ. എടാ പോവാൻ.